എമ്പുരാൻ്റെ സസ്പെൻസ് അറിയാനായിട്ട് നമുക്ക് 27-ാം തീയതി വരെ കാത്തിരിക്കണം. എന്നാൽ നമ്മുടെ ഈ പാവം ക്യാരറ്റിനുള്ളിലെ സസ്പെൻസ് അറിയാനായിട്ട് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ വാ റെസിപ്പി നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് പുഴുങ്ങിയ ഒരു ക്യാരറ്റ് മുറിച്ചിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് വെള്ളം ചേർക്കാതെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. ഇനി ആ പേസ്റ്റിലേക്ക് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി കുറച്ചായി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുഴച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞതും കുറച്ച് മല്ലിയില, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇനി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ചതച്ച പേസ്റ്റും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് അതിലേക്ക് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച ചിക്കനും ചേർത്ത് കൊടുത്ത് ഇനി കളറിനായി കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായി യോജിപ്പിച്ചാൽ നമ്മുടെ മസാല റെഡിയായി. ഇനി കുഴച്ച് വെച്ച മാവ് ഈ ഒരു വലിപ്പത്തിൽ ബോൾസുകളായി ഉരുട്ടിയെടുത്ത് കയ്യിൽ കുറച്ച് ഓയിൽ തടവി ഓരോ ബോൾസും കൈ വെച്ച് തന്നെ പരത്തിയെടുത്ത് അതിലേക്ക് നമ്മുടെ മസാലയും ഫില്ല് ചെയ്ത് ക്യാരറ്റിൻ്റെ ഷേപ്പിനൊന്ന് മോൾഡ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് അലങ്കോലപ്പണികളൂടെ ബാക്കിയുണ്ട്. അതിനായിട്ട് ഒരു ഫോർക്ക് വെച്ച് ഇതേപോലെ ലൈൻസ് ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇനി ഇത് കാണുന്നവർക്കും ക്യാരറ്റ് ആണെന്നൊക്കെ തോന്നണമല്ലോ, അതിനായിട്ട് കുറച്ച് ആർട്ടിഫിഷ്യാലിറ്റി ആയാലോ ഇതേപോലെ മല്ലിയിലയും കുത്തിവയ്ക്കാം. അപ്പോൾ ഇപ്പം ഏതാണ്ട് ഒരു ക്യാരറ്റിൻ്റെ ഷേപ്പൊക്കെ ആയില്ലേ. ഇനി ഈ ക്യാരറ്റിനുള്ളിലെ സസ്പെൻസ് അറിയാനായിട്ട് ക്യാരറ്റ് ഇതേപോലെ ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ വീട്ടുകാരുടെയും ഗസ്റ്റിൻ്റെയും മുന്നിലൊക്കെ ഒന്ന് ഷൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെന്നുണ്ടാക്കിക്കോ. അപ്പോൾ ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് നമ്മുടെ ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇത്തരം റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.